തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ മുഴുവൻ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിലായിരിക്കും. ഇൻഡെക്സിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്ക് എന്നതിലുപരി ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിലായിരിക്കും റിലയൻസ് ഇൻഡസ്ട്രീസ് തിങ്കളാഴ്ച ശ്രദ്ധിക്കപ്പെടുക. വെള്ളിയാഴ്ച ആഫ്റ്റർ മാർക്കറ്റ് അവറിന് ശേഷമാണ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നത്. ഈ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ച പ്രതീക്ഷിക്കാം. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഔട്ട്ലുക്ക് നോക്കിയാൽ ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 6% വർദ്ധിച്ച് 21,141 കോടിയിൽ നിന്നും 22,434 കോടിയിലേക്ക് ഉയർന്നു. ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് റിലയൻസിൻ്റെ രണ്ട് പ്രധാന സെഗ്മെൻറ്റുകളായ റിലയൻസ് ജിയോയും റിലയൻസ് റീറ്റെയിൽ വെഞ്ചറുമാണ്. റിലയൻസ് ജിയോയുടെയും റിലയൻസ് റീറ്റെയിൽ വെഞ്ചറിൻ്റെയും മികച്ച പ്രകടനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് റിലയൻസിൻ്റെ പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നത്. അതേസമയം റിലയൻസിൻ്റെ എനർജി ബിസിനസ്സിൽ അത്ര വലിയ വളർച്ച നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുമില്ല. ഇനി സെഗ്മെൻറ്റൽ പെർഫോമൻസ് ഒന്ന് നോക്കാം. റിലയൻസ് ജിയോയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇയർ ഓൺ ഇയറിൽ 25.7% വർദ്ധിച്ച് 7,022 കോടിയിലേക്കെത്തി. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 17.3% വർദ്ധിച്ച് 33,986 കോടിയിലേക്കെത്തി. കൂടാതെ റിലയൻസ് ജിയോ പ്ലാറ്റ്ഫോമിൻ്റെ എബിറ്റ 18.5% വർദ്ധിച്ച് 17,016 കോടിയിലേക്കെത്തുകയും എബിറ്റ മാർജിൻ 40 ബേസിസ് പോയിൻ്റ് ഉയർന്ന് 50.1% മാറുകയും ചെയ്തു. കഴിഞ്ഞ ക്വാർട്ടറിൽ റിലയൻസ് ഏകദേശം 191 ദശലക്ഷം വരിക്കാരുടെ എണ്ണമാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആവറേജ് റവന്യൂ പെർ യൂസർ 206.20 എന്ന ലെവലിലേക്ക് ഉയരുകയും ചെയ്തു. റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സിൻ്റെയും പെർഫോമൻസ് ഒട്ടും മോശമല്ല. റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സിൻ്റെ എബിറ്റ 14.3% വർദ്ധിച്ച് 6,711 കോടിയായി മാറിയിട്ടുണ്ട്. മികച്ച സ്റ്റോർ ഓപ്പറേറ്റിംഗ് മെട്രിക്സും ഹൈപ്പർ ലോക്കൽ ഡെലിവറിയും ബിസിനസ്സിലെ കുതിപ്പിന് പിന്നിലെ പ്രധാന കാരണമായി മാറി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റിലയൻസ് റീറ്റെയിലിൻ്റെ റവന്യൂ 15.7% വർദ്ധിച്ച് 88,620 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് 29.5% ഉയരുകയും ചെയ്തു. ഇനി റിലയൻസിൻ്റെ ഓയിൽ ആൻഡ് കെമിക്കൽ സെക്ടറിലെ പെർഫോമൻസ് നോക്കിയാൽ അവിടെ റവന്യൂ 15.4% വർദ്ധിച്ച് 1.64 ലക്ഷം കോടിയിലാണ് എത്തിയിരിക്കുന്നത്. അതേസമയം പോളിസ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ മാർജിനിൽ വന്ന ഇടിവിൻ്റെ പശ്ചാത്തലത്തിൽ എബിറ്റ 10% ഇടിഞ്ഞ് 15,080 കോടിയായി മാറുകയും ചെയ്തു. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലെ എബിറ്റയും 8.6% ഇടിഞ്ഞ് 5,123 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഈ സെഗ്മെൻറ്റൽ പെർഫോമൻസ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ പരിശോധിച്ചാൽ റിലയൻസിൻ്റെ ഡിജിറ്റലും റിലയൻസിൻ്റെ റീറ്റെയിൽ ബിസിനസ്സും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നു. ഇതുതന്നെയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റിലും റവന്യൂവിലും ഉയർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കോൺട്രിബ്യൂഷൻ നൽകിയത്. അതുകൊണ്ട് മികച്ച ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. 1,300-നടുത്ത് കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് നൽകിയ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റോക്ക് നാളെ, അതായത് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോട് കൂടിയാണ് പ്രവർത്തനം ആരംഭിക്കുന്നതെങ്കിൽ 1,330 മുകളിലുള്ള ഒരു ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ഇവിടെ 1,330 മുകളിലുള്ള ക്ലോസിംഗ് റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. 1,330 മുകളിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വരും സമയങ്ങളിൽ 1,425, 1,450 തുടങ്ങിയ ലെവലുകളിലേക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ഉയർന്നേക്കാം. അതേസമയം 1,330 താഴെയാണ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുന്നതെങ്കിൽ 1,300 എന്ന പ്രധാന സപ്പോർട്ട് വരും ദിവസങ്ങളിൽ നഷ്ടമാകാനും സ്റ്റോക്ക് ചിലപ്പോൾ അതിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് റീജിയനായ 1,260, 1,225 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിയാനും സാധ്യതയുണ്ട്. ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പലർക്കും റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്